കുടകളൊക്കെ മാറി മറ്റു കുടകളിലേക്ക് തുടങ്ങി വെച്ചു. അപ്പൊ പാറമേക്കാവ് ദുർഗയെ കൊണ്ട് മറുപടി തന്നി. അപ്പൊ തിരുവഞ്ചമ്പാടി ഒന്ന് പിന്നോട്ട് മാറി, ഒന്ന് പിന്നോട്ട് ആഞ്ഞ് വീണ്ടും ക്ലാസിക്കിലേക്ക് പോകും. അതെ, പുലി പതുങ്ങുന്നത് പിൻവലിയാനുള്ള കുതിക്കാനാണെന്ന് പറയുന്ന പോലെ വടക്കൻ കളരിയിലൊക്കെ പറയുന്ന പോലെ പിന്നോട്ട് പിന്തിരിഞ്ഞും അല്ലെങ്കിൽ ചുവട് വെച്ചും മുന്നോട്ട് ചുവട് വെച്ചും പിന്നോട്ട് ആഞ്ഞും ഒക്കെയുള്ള ഒരു തരത്തിലുള്ള നീക്കങ്ങളാണ് ഇരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ കാണുന്ന ആളുകൾ അവർ ഒരു വിഭാഗത്തിന്റെയും കൂടെ ഇല്ല, നമ്മളെപ്പോലെ എഴുന്നോ വരുന്ന ആളുകളല്ലേ, അവരാരുടെയും കൂടെ ഇല്ല. ആ വർണ്ണക്കുടകളുടെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വലിയ ആരവങ്ങളോടെയാണ് ഓരോ കുട മാറുമ്പോഴും ജനം ആർപ്പ് വിളിക്കുന്നത് എന്നുള്ളതാണല്ലോ കാണുന്നത്. അതിനിടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിലും ആവേശം ഉണ്ടാകുന്നുണ്ടല്ലോ. തിരുവമ്പാടിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാണെന്നല്ലേ സജീവട്ട? തിരുവമ്പാടിക്ക് വേഗത അല്പം കൂടുതലല്ലേ എന്നൊരു സംശയം ശ്രീജിത്തിന്. അതെ അതെ, ഇത്തരത്തിലുള്ള സംശയം നമ്മളെ ഒന്ന് പറ്റിക്കാൻ പോകുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചത്. കാരണം ഈ മുത്തുക്കുടയെന്ന് മാറി മറ്റ് കോലങ്ങളിലേക്കൊക്കെ പോയൊരു സമയം നമ്മളപ്പോൾ വിചാരിക്കുന്നത് ഇനി മുഴുവൻ കോലങ്ങളാണെന്നുള്ളതാണ്. വീണ്ടും മാറുന്നു, മുത്തുക്കുടകളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു, ക്ലാസിക്കൽ ശൈലിയിലേക്ക്. അതായത് അതിനനുസരിച്ചുള്ള കാത്തിരിപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. നോക്കൂ, ഇപ്പുറത്തൊരു കോലം കാണിച്ചപ്പോൾ അപ്പുറത്ത് കോലം കാണിക്കുന്നു, അപ്പുറത്ത് മുത്തുക്കുട കാണിക്കുമ്പോൾ തിരിച്ച് അടുത്ത കോലമല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്, മുത്തുക്കുട തന്നെ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് സജീവട്ട. അതെ അതെ, ആ തരത്തിലുള്ള മറുപടിയാണ്. ആ ചോദ്യവും മറുപടിയും എന്നൊക്കെ പറയുന്നത് കൃത്യമാണ്. അതിലൊരു ഒരു മാറ്റവുമില്ല, ഒരിക്കലും ഒരു തെറ്റുത്തരം വരികയില്ല എന്നുള്ളതാണ്. എല്ലാം ശരിയുത്തരങ്ങളാണ് ഇവിടെ. പരസ്പരമുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ശരിയുത്തരങ്ങൾ മാത്രമുള്ള ഒരു മത്സരമാണിത്, അല്ലേ? തീർച്ചയായും ഇത് ഇവിടെ ആരുടെയും ഉത്തരം തെറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊക്കെ ആവേശവും ആർപ്പുവിളിയും നൽകുന്നത് അതിനുള്ള സ്വീകാര്യതയാണ്. നോക്കൂ, ഓരോ തവണയും ആളുകൾ പ്രതീക്ഷിക്കാത്ത കുടകൾ ഉയർത്തുമ്പോൾ ആ ജനക്കൂട്ടം നൽകുന്ന ആരവം അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. അവരെത്രമാത്രം അത് ഉൾക്കൊണ്ടു എന്നതിൻ്റെ. അതുപോലെ തന്നെ നേരത്തെ ഒരു കോലം ഉയർത്തിയപ്പോൾ മറുവശത്ത് ഇതാ കോലം റെഡിയാണ് എന്ന് പറഞ്ഞ് കാണിക്കാവുന്നതിൻ്റെ ഒരു വേഗത, അല്ലെ, അതിൻ്റെ ഒരു വേഗതയാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു അനുഭവത്തെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. രാവിലെ കുടകളൊക്കെ കൊണ്ടിറക്കുന്ന സമയം തൊട്ട് നമ്മൾ കാണുന്നത് ഇതാണ്. ഇതിലേതെങ്കിലും ഒരു മനുഷ്യന് തെറ്റിയാൽ, ഒരാള് ചെയ്യേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ, ഒരാളൊരു അലംഭാവം കാണിച്ചാൽ, ഒരാളൊരു വേഗത കുറച്ചാൽ ഇതിന്റെ താളം പോവുകയാണ്, ഇതിന്റെ ഭംഗി പോവുകയാണ്. അവിടെയാണ് ഈ മനുഷ്യരുടെ ഒരുമ. ഒറ്റ മനസ്സാണ്, ഒരു വികാരമാണ് എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം മനോഹരമായി, ഇത്രയധികം പ്രൊഫഷണലിസത്തോടെ ഒരു സിനിമയൊക്കെ ഒരു നല്ല ഹിറ്റ് സിനിമയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള തിരക്കഥയോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു 20-20 മത്സരം കാണുന്ന ഫീലാണ് സത്യത്തില്. ഒരു ബോളില് അത് വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ബോൾ ബൗണ്ടറി അടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. തിരുവമ്പാടിക്കാരത്തെ കോലം ഉയർത്തുമ്പോൾ അപ്പുറത്ത് കോലത്തിന്റെ അപ്പുറത്ത് 2 നിലകളിലെ കുട ഉയർത്തുന്ന പോലെ. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് LED കുടകൾ വരാനുള്ള സമയമായി എന്നാണ് തോന്നുന്നത്. കാരണം ഈ അതിന്റെ ഭംഗിയിൽ കൃത്യമായിട്ട് കൊണ്ടുവരിക. ആ ഭംഗി, അതായത് ഇരുട്ട് വരാൻ തുടങ്ങി. ഇരുട്ട് വന്നാലാണ് ഈ കുടകൾക്കൊക്കെ LED കുടകളുടെ ഒക്കെ ഭംഗി. പ്രകൃതിയുടെ നിറം മാറുന്നതനുസരിച്ച് കുടകളുടെ നിറവും മാറിക്കൊണ്ടിരിക്കും. തീർച്ചയായും കുടകളുടെ നിറവും രൂപവും ഭംഗിയും ശൈലിയും രൂപവും എല്ലാം മാറുകയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത കുടകളാഞ്ഞ് വരാൻ പോകും. ഇതാ നോക്കൂ, ആകാശത്തു നിന്നുള്ള കാഴ്ച കാണുമ്പോൾ കാണാം ഇവിടെ എത്രത്തോളം മങ്ങുന്നു. സായം സന്ധ്യ, ഒരു സന്ധ്യയിലേക്ക് മടങ്ങുകയാണ്. സന്ധ്യക്കുള്ള കാഴ്ചയാണ് ഇനി ഏറ്റവും മനോഹരമായി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിനിടയിൽ അപ്പോഴത്തേക്ക് ഏതാണ്ട് LED കുടകൾ, ഏതാണ്ട് ഇവർക്കൊരു ടൈമിങ്ങും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത്ര സമയം കൊണ്ട് ഇത്ര കുടകൾ, ഇന്ന സമയത്തേക്ക് ഇന്ന കുടകൾ എത്തുക, LED കുടകൾ എപ്പോൾ ഉയർത്തണം, ഏത് സമയത്ത് കാണിച്ചാൽ, ഏത് കുട കാണിച്ചാലാണ് ഭംഗി ഉണ്ടാകുക, അങ്ങനെ കൃത്യമായ കാഴ്ചയാണ്. അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഈ പൂരനഗരി പിന്നെ രാത്രിയുടെ കാഴ്ചയാണ്. രാത്രിപൂരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. രാത്രിയിലെ കുടമാറ്റം എന്നതുപോലെ എത്ര മനോഹരമായിരിക്കും. പലതരത്തിലുള്ള വർണ്ണങ്ങൾ, പലതരത്തിലുള്ള ലൈറ്റുകൾ, അതെല്ലാം നിറഞ്ഞ മനോഹരമായ കാഴ്ച. എന്തായാലും ആവേശത്തോടെ മുത്തുക്കുടകൾ തന്നെ മാറ്റിക്കൊണ്ട് അത് മുത്തുക്കുടകളുടെ ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പട്ടുകുടകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇതിനെയൊക്കെ. അതേപോലെ എന്തൊരു ആൾക്കൂട്ടമാണ്. ഈ ആകാശത്ത് നിന്നുള്ള കാഴ്ച കാണുമ്പോഴാണ് പൂരം എത്ര വലുതാണ് എന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുക.
പൂരം എത്ര വലുതാണ്, മനുഷ്യൻ എത്ര ചെറുതാണെങ്കിലും മനുഷ്യനാണല്ലോ ഇതിന്റെ എല്ലാ അടിസ്ഥാനം. നോക്കൂ, അവിടെ ഒരാളല്ല, ഒരു ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടമൊക്കെ ഒരു വ്യക്തിയെ പോലെയാണ് ഈ പൂരത്തിന്റെ വേണ്ടി നിലനിൽക്കുന്നത്. അവരൊക്കെ നൽകുന്ന ഈ ഊർജം, അതാണ് സത്യത്തിൽ നമുക്ക് പോലും ഈ ഒരു ശബ്ദം തരുന്നത്. നമ്മുടെയൊക്കെ ശബ്ദം രാവിലെ മുതൽ അലച്ച് പോവുകയാണെങ്കിലും ഈ ആരവം കേൾക്കുമ്പോൾ അറിയാതെ ശബ്ദം ഉയർന്നു വരികയാണ്. തീർച്ചയായും അനുമോദം, തീർച്ചയായും ഈ ഒരു ആൾക്കൂട്ടം തരുന്ന ഒരു ഊർജം, ഈ പൂരം തരുന്ന ഊർജം, ഈ മനുഷ്യരുടെ വികാരങ്ങൾ നൽകുന്ന അതങ്ങ് പകർന്നു കിട്ടുകയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ പൂരപ്പറമ്പിലൂടെ ഒക്കെ നടന്ന് ഇത് ആസ്വദിക്കുകയും ഈ കാഴ്ചകളുടെ താളത്തിനൊപ്പം, ഈ കാഴ്ചകളുടെ വർണ്ണത്തിനൊപ്പം ഒക്കെ നിന്ന് അലിഞ്ഞു ചേർന്ന് പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഈ മനുഷ്യരുടെ ഊർജം ഒരാളുടെ ഊർജമല്ല, ഇതിങ്ങനെ പകർന്ന് പോയിക്കൊണ്ട് എല്ലാവരിലേക്കും പടർന്നു നിൽക്കുന്ന വലിയൊരു ഊർജമായി, വലിയൊരു ശക്തിയായി ഈ പൂരപ്പറമ്പ് മാറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വൈകാതെ ഉണ്ടാകും LED കുടകൾ ഉൾപ്പെടെയുള്ളവ. അതിലെന്താണ് വിസ്മയങ്ങൾ? രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുമോ? പൂരം പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വേദിയാകാറുണ്ട്. ഇത്തവണ അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടവരുത്തുന്ന എന്തെങ്കിലും കുടകൾ ഉണ്ടാകുമോ? കഴിഞ്ഞ തവണ പല വിമർശനങ്ങളും ഉണ്ടായൊരു കാര്യം ആണ്, അതായത് വാദപ്രതിവാദം, ശരിയോ തെറ്റോ എന്നുള്ളതല്ല, രാഷ്ട്രീയ കക്ഷികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പല ആയുധങ്ങളുമായി പൂരപ്പറമ്പുകൾ മാറുന്ന കാലം കൂടിയാണ്. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് സർക്കാരിന് വലിയ ആഗ്രഹമുണ്ട്. ദേവസ്വം ബോർഡുകളോട് അത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷമുള്ള പൂരമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്.